ഇന്നത്തെ ഹൊറർ സ്റ്റോറി അങ്ങ് ഗുജറാത്തിലാണ്. ഗോധ്ര എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പണ്ടൊരു ട്രെയിൻ കത്തിക്കലായിട്ടൊക്കെ സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഒരു ഭാഗം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറേ ബോഗികൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അത് കുറേയൊക്കെ കത്തി നശിച്ച ബോഗികളാണ്. അത് 2002 നടന്നൊരു സംഭവമാണ്. ട്രെയിനിന് തീ കൊളുത്തിയാൽ ഒരുപാട് പേര് മരിച്ചു. എനിക്ക് തോന്നുന്നു 70 ചില ആൾക്കാരൊന്നും മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ ഒരു 2-3 ബോഗികൾ ഇങ്ങനെ മാറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ അത് ആരും ആ സൈഡിലേക്ക് പോകാറില്ല. പകൽ സമയത്തായാലും ആൾക്കാർ അങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് ഭയം കാണിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെ പുതിയതായിട്ടൊരു സ്റ്റേഷൻ മാസ്റ്റർ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. പിന്നെ ആദ്യത്തെ ജോലി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു എനർജി ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേഷനൊന്ന് വൃത്തിയാക്കി വയ്ക്കണം, അങ്ങനത്തെ ചിന്താഗതികളുള്ള ഒരാളാണ്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കുറേ ട്രെയിനുകളൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഒരു മണിക്കൂറോളം ഫ്രീ ഉണ്ടായിരുന്നു വൈകിട്ട്. അങ്ങനെ പുള്ളി ആ ഒരു സമയമായപ്പോൾ ഒരു 7 മണി 8 മണി സമയമായപ്പോഴേക്കും പുള്ളി അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു. ഈ ബോഗികളൊക്കെ കിടക്കുന്ന അവിടെ അങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ ഈ സ്റ്റേഷൻ മറ്റുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായി ആ ഏരിയയിലേക്ക് അധികം പോകണ്ട, കാരണം അവിടെ ആൾക്കാർ പോകാറില്ല, കാരണം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നേക്കണം, അവിടെ ആരും പോകാറില്ല എന്നൊക്കെ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പുള്ളി ഞാൻ പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആരോടും പറയാതെ ഈ സമയമായപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാം നോർമലാണ്. അയാൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നത്. ഇത്രയും ശാന്തമായിട്ടുള്ള സ്ഥലമാണ്, ഈ ബോഗികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അതൊന്നില്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്യണം, ഇത്രയും സ്ഥലം വെറുതെ പോവുകയല്ലേ, അങ്ങനെയുള്ള ചിന്തകളാണ് പുള്ളിയുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ പുള്ളി ഓരോരോ ബോഗികളുടെ ഉള്ളിലേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോ കൂടി നോക്കിയാൽ കാണാമല്ലോ. അങ്ങനെ ആ അടുത്തേക്ക് ചെന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ സീറ്റൊക്കെ ഇങ്ങനെ കത്തി കരിഞ്ഞ് ഇരിക്കുകയാണ്. അതേപോലെ ഉൾവശം ഫുള്ള് ഇങ്ങനെ പുകയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പുള്ളി ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ ബാക്കിൽ ആരോ വന്നിങ്ങനെ കൈ കൊണ്ട് പിടിച്ച പോലെ പുള്ളിക്ക് തോന്നി. പുള്ളി ആകെ പെട്ടെന്ന് ഒച്ചെടുത്തു, ഇത് ആരാന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സ്ത്രീ. ആ സ്ത്രീ മുഖം ഇങ്ങനെ കത്തിക്കരിഞ്ഞിരിക്കുകയാണ്, സാരി ഇങ്ങനെ കത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരുടെ കയ്യിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ പൊള്ളി നശിച്ചിരിക്കുകയാണ്. ആ കൈ വെച്ചിട്ടാണ് പിടിച്ചത്. അപ്പോൾ ആൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ഒരു സ്ത്രീയാണ് നിൽക്കുന്നത്. എന്താണ് ചോദിക്കുമ്പോൾ സ്ത്രീ പറഞ്ഞത് ഞങ്ങൾക്ക് മുക്തി വേണം എന്നാണ് പറയുന്നത്. അതിനാൾ കൈ ഇങ്ങനെ മാറ്റിയിട്ട് ഓടുകയാണ്. ഓടിച്ചെന്നപ്പോഴേക്കും ഈ ഓടുന്നതിൻ്റെ ഇടയിൽ ഫ്രണ്ടിൽ തന്നെ ഒരു വാച്ച്മാൻ പോലത്തെ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ വാച്ച്മാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ലേഡിയെ കൈ ഇങ്ങനെ പിടിച്ചതിൻ്റെ ആ ഒരു പേടിയിൽ ഇയാളിങ്ങനെ ഓടിച്ചെന്നിട്ട് ഈ വാച്ച്മാൻ്റെ ഫ്രണ്ടിലാണ് വീണത്. വാച്ച്മാൻ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് അയാളുടെ മുഖം കാണിച്ചപ്പോൾ അയാളും ഇതേപോലെ ഇങ്ങനെ കരിഞ്ഞ് നശിച്ചിരിക്കുകയാണ്. ഈ രണ്ടുപേരെയും കണ്ടതിൻ്റെ ആ ഒരു ഷോക്കിൽ ആൾ നിന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. ട്രെയിൻ കുറേ നേരമായി ഹോൺ അടിക്കണം, പക്ഷേ ഇയാൾ ശ്രദ്ധിക്കാനുണ്ടായില്ല. ട്രെയിൻ വന്നിട്ട് ഇയാൾ ഇടിച്ചിട്ടിട്ട് പോവുകയാണ്. അങ്ങനെ അയാൾ അവിടെ മരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു 5-6 മാസത്തിന് ശേഷം അതിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു വീടാണ്. ആ വീടിൽ 3 ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെ 3 ചെക്കന്മാരുണ്ട്. അത് ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേ ആയപ്പോൾ ബാക്കിയുള്ള 2 പേര് പറഞ്ഞു, എല്ലാ പ്രാവശ്യവും നമ്മളിവിടെ ഒന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കണം, നമുക്ക് ഇതൊന്ന് വെറൈറ്റി ആക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു. എന്നിട്ട് ഒരാൾ ഒരു യൂട്യൂബറാണ്, യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ്. പറഞ്ഞു നമുക്ക് വെറൈറ്റി ആയിട്ട് ഈ ഗോധ റെയിൽവേ സ്റ്റേഷനകത്ത് ആ ഒരു കത്തി കരിഞ്ഞ ബോഗിയുടെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, അവിടെ തന്നെ നമുക്കൊരു ലൈവ് വീഡിയോ പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്യണം. അവരങ്ങനെ രാത്രി സമയം കേക്കൊക്കെ എടുത്ത് നേരെ ഈ ഒരു ബോഗിയുടെ ഉള്ളിൽ പോയിട്ട് കേക്കൊക്കെ വെച്ചു, ക്യാൻഡിൽസൊക്കെ കത്തിച്ചു. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത്. അപ്പോൾ തന്നെ ഈ യൂട്യൂബറായിട്ടുള്ള പയ്യൻ മൊബൈലെടുത്തു, ക്യാമറ ഓണാക്കി അങ്ങനെ വ്ളോഗിങ് തുടങ്ങുകയാണ്. ഇങ്ങനെ പറയാണ്, നിങ്ങൾക്കറിയോ ഞങ്ങളിന്ന് എവിടെയാണ്, നിങ്ങൾക്കറിയോ ഞങ്ങൾ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ട്രെയിൻ കത്തിക്കലിൻ്റെ സംഭവം ആ ഒരു ബോഗിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാം ചുറ്റും മൊത്തം കത്തി കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വരണം തന്നെ ഒരുപാട് ആൾക്കാർ പേടിക്കുകയാണ്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഭയമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ നോക്കിയപ്പോൾ സ്ക്രീനിൽ കേക്കും അതേപോലെ ബാക്കിലൊക്കെ ഇങ്ങനെ തീ കത്തണ പോലെ ഒരു എഫക്റ്റ് പോലെ അവർക്ക് സ്ക്രീനിൽ തോന്നി. ഇത് നോക്കി ചുറ്റും നോക്കുമ്പോൾ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ സ്ക്രീനിനകത്ത് ഇങ്ങനെ കത്തണ പോലെ സംഭവം കാണുന്നുണ്ട്. വേഗം തന്നെ ഇവർ വീഡിയോ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി വീഡിയോ റെക്കോർഡ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വീണ്ടും പറയാണ് ഇങ്ങനെ ആ സ്ഥലമാണ് ഈ സ്ഥലമാണെന്നൊക്കെ. അങ്ങനെ ഇൻട്രോ കൊടുക്കുമ്പോഴേക്കും ഇവരുടെ വീഡിയോൻ്റെ ഈ ഫ്രണ്ട് ക്യാമറയിലാണ് ഇവർ വീഡിയോ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇവർ 3 പേരും ഫ്രെയിമിലുണ്ട്. ബാക്കിലേക്ക് കുറേ ആത്മാക്കൾ പോലത്തെ കുറേ ആൾക്കാർ മുഖവും കൈയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്ന കുറേ ആത്മാക്കളിവിടെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരും ഇവിടെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്.
വേഗം തന്നെ ഇവർ 3 പേര് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും ഈ കുറേ ആൾക്കാരിങ്ങനെ നിരന്ന് ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരും പറയണത് ഇവർക്ക് മുക്തി വേണം എന്നുള്ള വാക്ക് തന്നെയാണ് ഇവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഇവർ 3 പേരും അവർ ജീവനും കൊണ്ട് അവിടുന്ന് ഇറങ്ങി ഓടി ഇവർ ചെന്ന് ഒരു ഈ ആദ്യം നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പോയ അതേ ട്രാക്കിൽ കൂടി തന്നെയാണ് ഇവർ 3 പേരും ഓടുന്നത്. ഇവർ 3 പേരും ഓടി കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു വാച്ച്മാനോടെ കണ്ടു. ഇത് വേറൊരു വാച്ച്മാനാണ്. അയാളെ കണ്ടപ്പോൾ തന്നെ ഇവർ വാച്ച്മാൻ ചോദിക്കണം, നിങ്ങളെന്താ രാത്രി ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിക്കണം. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ പോയാണ്, പക്ഷേ ട്രെയിനിൻ്റെ ഉള്ളിൽ കണ്ടത് ഭയങ്കരമായിട്ടുള്ളൊരു കാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഈ സമയം ഒരു സ്ഥലത്തേക്കും പോകണത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ 3 പേരെയും വിളിച്ചിട്ട് ഈ വാച്ച്മാൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അങ്ങനെ അവർ 3 പേരും ഇരിക്കുന്നു. അപ്പോൾ വാച്ച്മാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പോയത്? അപ്പോൾ ബർത്ത്ഡേ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ആയിരുന്നു, പക്ഷേ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ തീയും അതേപോലെ കുറേ ആൾക്കാരൊക്കെ വന്ന പോലെ തോന്നി എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ 3 പിള്ളേർ ഈ ഒരു വാച്ച്മാനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എത്ര നാളായി ഇവിടെ വന്നിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വാച്ച്മാൻ പറയും, ഞാൻ വന്നിട്ട് ഒരുപാട് നാളായി, പക്ഷേ ഞാനും ഈ രാത്രി കാലങ്ങളിൽ ഇതിൽ കൂടി പോകാറുണ്ട്. അപ്പോൾ പിള്ളേർ ചോദിക്കും, നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ജീവനോടെ ഇരുന്നപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വാക്ക് പറയും. അപ്പോഴത്തേക്കും ഒരു പേടിക്കും, ജീവനോടെ, അപ്പോൾ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നാണ് ആ വാച്ച്മാൻ പറയുന്നത്. ആ പറഞ്ഞ ഉടനെ തന്നെ വാച്ച്മാൻ്റെ മുഖമൊക്കെ വീണ്ടും ഈ കത്തിക്കരിഞ്ഞ പോലെയായി, ഡ്രസ്സൊക്കെ ഉണ്ട് കത്തിക്കരിഞ്ഞ പോലെ ആവുന്നു. അപ്പോഴേക്കും ഇവരുടെ അടുത്തേക്ക് വാച്ച്മാൻ എണീറ്റ് വരുന്നു. അപ്പോൾ വാച്ച്മാൻ ചിരിച്ചിട്ടാണ് എണീറ്റ് വരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട പാടി വാച്ച്മാൻ ആ ഒരു സീറ്റിൽ നിന്ന് ഇരിക്കുന്നു, ഇവരുടെ അടുത്തേക്ക് വരുന്നു. ഇവർ വേദന ജീവനം കൊണ്ട് ഓടുകയാണ്. അപ്പോൾ തന്നെ വാച്ച്മാൻ ബാക്കിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് ഇനി വരില്ല, ഉറപ്പായിട്ടും വരില്ല, ഞങ്ങൾ ഉപദ്രവിക്കരുത്, ഞങ്ങൾ വീട്ടിൽ പോട്ടെ എന്ന് പറയുന്നത്. വാച്ച്മാൻ വീണ്ടും അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പോകുന്ന വഴി തന്നെ, നിങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചൊന്ന് പോയി നോക്കാൻ വാച്ച്മാൻ പറയണം. അപ്പോഴേക്ക് ഇവർക്ക് പേടിയുണ്ട്. പക്ഷേ ഇവർ ഇറങ്ങിയപ്പോൾ തന്നെ ഇവർ നോക്കുമ്പോൾ ആ റെയിൽവേ ട്രാക്കിൽ, ഇവർ ഓടി വന്ന റെയിൽവേ ട്രാക്കിൽ ഇവരുടെ 3 പേരുടെയും ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുകയാണ്. അവരും ആ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ ഇടിച്ച് മരിച്ചു. അവരുടെ ആത്മാക്കളെ കൊണ്ടാണ് ഈ ഒരു വാച്ച്മാൻ വന്നത്. ഈ വാച്ച്മാനും അവിടുത്തെ ഒരു ആത്മാവാണ്. വാച്ച്മാൻ ഇവരുടെ 3 പേരുടെയും ആ ഒരു ബോഡി അവിടെ നിന്ന് എടുക്കുന്നു, നേരെ ഈ ഒരു ബോഗിയുടെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആ ബോഡി ഇടുന്നു. അവരവിടെ തന്നെ എരിഞ്ഞ് അമരുകയാണ്. അവരുടെ 3 പേരും അതിൻ്റെ ഉള്ളിൽ തന്നെ കരിഞ്ഞ് വീഴുന്നു. ആ ബോഗിയിൽ ആത്മാക്കളുടെ കൂടെ ഈ 3 പേരും അതിനകത്ത് ആഡായി. തൊട്ടടുത്ത ദിവസം ഇവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഫുൾ അന്വേഷിച്ചു. അവസാനം ഈ ബോഗിയുടെ ഉള്ളിലേക്ക് പോകാൻ എല്ലാവർക്കും ഒരു പേടി, ഒരു ഭയം. അങ്ങനെ അവസാനം ധൈര്യം സംഭരിച്ച് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഈ 3 പിള്ളേരുടെയും ബോഡി അവിടെ കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ആ ബോഡിയുമേ ആരും തൊടാൻ പോയില്ല. അവർക്ക് എല്ലാവർക്കും ഭയമാണ്. ഇന്നും ആ ബോഡി അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ആ ഒരു ബോഗിയുടെ ഉള്ളിൽ. ഇതാണ് ഗോദ റെയിൽവേ സ്റ്റേഷനകത്ത് നടന്ന ഈ ഒരു സബർമതി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പഴയ ട്രെയിനിൻ്റെ ഉള്ളിൽ കത്തിക്കരിഞ്ഞ ബോഗിയുടെ കഥ. ഇങ്ങനത്തെ സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഒന്നരാടം വെച്ചിട്ട് ഇങ്ങനത്തെ സ്റ്റോറീസായിട്ട് വരുന്നതാണ്. ലൈവ് ഹൊറർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അക്കൗണ്ട് ഉണ്ട്, സ്ക്രീനിൽ കാണാം. ഫോളോ ചെയ്യണമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ലൈവ് വീഡിയോസ് കാണാൻ പറ്റും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.